യെസ്, അങ്ങനെ ഒരു 7:30 ആയപ്പോഴത്തേക്ക് ഇവർ തീർത്തു. പക്ഷേ ഇത് ഭയങ്കര പൊടിയാണ്. അപ്പോൾ ഇത് വെള്ളം ഒഴിച്ച് വിട്ടില്ലെങ്കിൽ പോകുന്ന വഴിക്ക് പൊടി പറക്കും, പണി കിട്ടും. അയ്യോ, പിന്നെ ഇതൊന്ന് ക്ലീനാക്കി വിടണം. വെള്ളം ഒഴിച്ചൊന്ന് വിട്ടില്ലേ ശരിയാവത്തില്ല, നല്ല പറക്കും. പൊടി വിഷയമാണ്, ഇതൊരു പണിയാണ്. മാസ്ക് വേണം മോനെ, മാസ്ക്. പൊടി പറക്കുന്നുണ്ട്, കുട്ടികളൊക്കെ വേണമല്ലോ. അപ്പം ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു സമയമാവും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് പാക്കല. ഇത് മൊത്തം പൊടിയാണ് കണ്ടു. ഇത് ഫുള്ള് തൂത്ത് ഇറക്കിയിട്ട് വെള്ളം ഒഴിച്ച് വിടുന്നതായിരിക്കും നല്ലത്. അല്ലെ പിന്നെ ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞുണ്ടല്ലോ, ഇത് മറ്റേ കട്ട പിടിക്കുന്ന സാധനമാണോ, വൈറ്റ് സിമെൻറ്റ് പോലെ ആയിരിക്കും അല്ലേ? അപ്പോൾ പണി കഴിഞ്ഞിട്ട് പാക്കല. യെസ്, അങ്ങനെ പരിശ്രമം കഴിഞ്ഞ് തൂത്ത് ഇറക്കി വിട്ടിട്ടുണ്ട്. പൊടി അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് പൊടി പറക്കും. വണ്ടി ചേട്ടനൊക്കെ പൊടി സാധനം ഇറക്കി തന്നത്. ബാക്കിയുള്ളവരൊക്കെ പോയോ? ചായ കുടിക്കാൻ പോയില്ലയോ? ഇനി അടുത്തൊരു വണ്ടി കൊണ്ട് ഇറക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളിത് പൊടി തൂത്തിട്ട് വെളിയിലോട്ട് ഇറക്കിയാലേ ആ വണ്ടി കയറാൻ പറ്റത്തുള്ളൂ. ആ ലോഡ് ഇറക്കാൻ വണ്ടി വന്നു. ആ വെള്ളം എടുത്തേ, അതങ്ങ് ഒഴിച്ചിടാം. അപ്പം ഈ പൊടി വളം ഇതൊക്കെ കയറ്റി കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. തൂത്തിറക്കി വേണം, ഇറക്കിയിട്ട് വെള്ളം ഒഴിച്ച് വിട്ടാലേ അല്ലെ പൊടി ഉറക്കും. അതാണ് വിഷയം. എടുത്ത് കുറച്ചെടുക്കണ്ടോ? കുറേ വരുന്ന വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പൊടി പറക്കും. യെസ്, അങ്ങനെ ഇപ്പോൾ നമ്മളെ വണ്ടിക്കകത്ത് വന്ന ലോഡ് ഫുള്ള് വണ്ടിയോടെ ഇറക്കി വെച്ച് കാലിയായിരുന്നു. വണ്ടി കയറി മൊത്തം പൊടിയാണ്. അങ്ങനെ ഇത് ഫുള്ള് ഇറക്കി ക്ലീൻ ചെയ്ത് എന്തുണ്ട്, എന്നാലും പറക്കത്തില്ല. ഇനി എവിടുന്ന് ബില്ല് മേടിച്ചോളാം. ഈ ചേട്ടനാ ലോഡ് ഇറക്കിയത്. കൂട്ടത്തിൽ ആൾക്കാരുണ്ടായിരുന്നു, യൂണിയൻ. ഇവിടെയും വാഴക്കാലുണ്ട്. അവിടെ കല്ലൂരുണ്ട്, ഇവിടെയും കല്ലൂരുണ്ട്. ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങും. റിവേഴ്സ് ഇട്ട് കയറ്റിയത് കാര്യമായി. അല്ലെങ്കിൽ റിവേഴ്സ് ഇട്ടേ പറ്റത്തുള്ളൂ, അത് വേറെ കാര്യം. നേരെ പോകുമ്പോൾ പൈങ്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് അടിമാലി റൂട്ടാ. അടിമാലി റൂട്ട് പൈങ്കോട്ടൂരിൽ നിന്ന് നേരെ പോവുക, ഇടത്തോട്ട് പോവുക. ഇടത്തോട്ട് വയ്ക്കുമ്പോൾ പോത്താനിക്കാട് നിന്ന് നേരെ കോതമംഗലം. മറ്റാകുമ്പോൾ ടൗണിൽ നിന്ന് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കറക്കമുണ്ട്, ഇതാകുമ്പോൾ എളുപ്പമുണ്ട്. ഓക്കെ ഏട്ടാ, അപ്പോൾ ശരിയെന്നാ. ഓക്കെ ഓക്കെ. കഷ്ടം. ബാബുനെ ബാടാ കുട്ട. വാ ആ സൈഡ് നോക്കിയാൽ മതി. നിൽക്കി ആ സൈഡ് ലെഫ്റ്റ് അടി പോട്ടെ, ലെഫ്റ്റ് അടി. ആ ബാ, ഇനി റൈറ്റ് വാ. വാ ഓക്കെ. യെസ്,
എൻ്റെ അമ്മോ. വെളുപ്പിനെ കയറിയത് കൊണ്ട് കറക്റ്റ് ഇവിടെ മനസ്സിലായില്ലായിരുന്നു. റോഡ് കയറി നീ ഇവിടുന്ന് നമുക്ക് നേരെ പോകണ്ടേ. അങ്ങോട്ടായിരുന്നെങ്കിൽ ഓടിച്ചെടുക്കാൻ ഇച്ചിരി പാട് വെട്ടാനേ. യെസ്. അപ്പം നേരെ വിടുമല്ലേ? ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ ജംഗ്ഷൻ ഉണ്ട്. അവിടെ കുന്നം. ആ പള്ളിയുടെ ഓപ്പോസിറ്റ് റോഡുണ്ട്. അവിടുന്ന് റൈറ്റ്. പള്ളിയല്ല, മറ്റേ കുരിശടിയാ. ഇവിടുന്ന് റൈറ്റ് കോതമംഗലം. വണ്ടി പോകുന്ന ബസ് റൂട്ടല്ലേ? വണ്ടി പോകുന്ന വഴിയല്ലേ? നമുക്കൊരു ലോഡില്ലാത്തതുകൊണ്ട് സീനൊന്നുമില്ല. അപ്പോൾ അത് പേടിക്കണ്ട. പള്ളി മൈക്ക് ഒരു പോക്ക് പോയാല്. നീ എന്നതാണാ കാണിച്ചേ? നീ എന്നാ പരിപാടിയാണോ പോയി കാണിച്ചേ? ചോട്ടാവാല റോഡാ കേട്ടോ, കുഞ്ഞൊരു റോഡാ. ഞാൻ പറഞ്ഞ ആ ഗ്ലാസ്സിൽ ഒന്ന് വെള്ളം ഒഴിച്ചു വിടാമെന്ന്. നീ സമ്മതിച്ചില്ലല്ലോ. കണ്ടോ, നമ്മളെ ഒരു ക്ലിയർ കിട്ടിപ്പോനെ. നമ്മുടെ വീടിന്റെ കിണറും മിറ്റോ കണ്ടോ. ആ ചെറിയ വഴിയാ കേട്ടോ. ഒരു വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ കൊഞ്ചം പാടാ, പക്ഷെ നല്ല റോഡാ. ചെറിയ വഴിയാണെങ്കിലും അയ്യോ നല്ല റോഡാ. യെസ്, ഹൈക്രോസിന് വഴി കൊടുത്ത് നന്മവരെ ആയിരിക്കുന്നു. ലുക്കു പന്നിക്കോഴി എല്ലാം ഉണ്ട്. ആ ചേട്ടൻ മുണ്ടും മടക്കി എന്തോ നിന്നെ പറഞ്ഞു കേട്ടോ. പേര് വിളിച്ചാന്നോടാ? അപ്പടി ഒന്നും പേസക്കൂടാതെ. പക്ഷെ പുള്ളിയുടെ ഭാവം കണ്ടിട്ട് ഇവൻ ഏതാ ഇവനൊക്കെ? വേറെ ആരും വിളിച്ചായിരിക്കും. ആണോ? പക്ഷെ മുണ്ടും മടക്കി നീ നിന്റെ ഹോണിടെ ഇട്ടിട്ടാണോ? ആണെ ഇപ്പൊ നമ്മള് വളരെ ഹോണിക്കണ്ടോ. പൈനാപ്പിൾ തോട്ടം കേട്ടിക്കൊണ്ടിരിക്കുക. ആ വാഴക്കുളം റൂട്ടൊക്കെ പോകുമ്പോൾ നല്ലൊരു മണമല്ലേ ആ പൈനാപ്പിളിന്റെ. ഈ വഴിയൊക്കെ ഹോൺ അടിച്ചില്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സൊക്കെ തകർത്തു വരും. ഓരോ വളവിലും ഹോൺ ചേഞ്ച് തടി, അപ്പൊ കേൾക്കുന്നവർക്ക് ബോറടിക്കത്തില്ല. അപ്പൊ സാർ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഞാൻ 100% യോജിക്കുന്നത്. എന്റെ പണിയുന്നുണ്ട്, പൊളിക്കുന്നുണ്ട്. പല പണിയാ കേട്ടോ, ഫുൾ അഴിച്ചു പണിയാ കേട്ടോ. അഴിച്ചു പണിയാ. വയ്യ. ഈ റോഡ് വലിയ ഹൈറ്റ് റോഡല്ലോ പറഞ്ഞു. ഹൈലോഡായിരുന്ന ഈ ലാംഗമ്പൊക്കെ പിടിച്ചിട്ട് പോകാം. ചന്തക്ക് വിളി കേട്ട് ഒരു ഏരി ലൈറ്റില്ല, ഒരു ഏരി കണ്ടില്ല. വഴി കൊള്ളാം കേട്ടോ, ചെറിയ വഴിയാ. പുള്ളി പറഞ്ഞു തന്നോണ്ട് ഈ വഴി ഓക്കെ ആയി. ഇല്ലെങ്കിൽ അപ്പുറത്തോടെ കറങ്ങി പോകേണ്ട വന്നല്ലേ. കിലോമീറ്റേഴ്സ് ആദ്യം പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ ലൈൻ കമ്പി താന്നിരിക്കുന്നുണ്ട് മോനെ. ഇവിടെ ഈ വഴി ലോഡുമായിട്ടൊന്നും പോകാൻ പറ്റത്തില്ല കേട്ടോ. പടികോടിക്കുളം നല്ല രസമുണ്ടാവും ഇവിടെ. ഇവിടെ നല്ല ഭംഗിയുണ്ട്, നല്ല പ്രകൃതി രമണീയമായ. ഇത് ഇടുക്കി ജില്ലയാണോ?
തൊഴിൽ ഇടിക്കുകയല്ലേ? തൊഴിൽ ഇടുക്കി ജില്ലയിൽ അല്ലേ? എറണാകുളമാ? ആ ആയിരിക്കും, ഇടുക്കി ജില്ലയായിരിക്കും. അതൊന്നും അറിയത്തില്ല. അടുത്ത ലൊക്കേഷൻ പറഞ്ഞു തന്നിട്ടില്ലേ എവിടുന്നാ തിരിയേണ്ടതെന്ന്? എവിടെ ഫോണിനകത്ത് അടിച്ചിട്ടില്ലേ? അത് നോക്കത് നോക്കിട്ട് അത് ചോദിക്കാം. ലെഫ്റ്റാ? ഇല്ല, ആ ഈ വഴി ഒന്നും പോകത്തില്ല. അതൊക്കെ ചെറിയ അതില്ല. എന്തായാലും ഒരു ജംഗ്ഷൻ നല്ല റോഡ് വരാതെ പോകത്തില്ല. പടികോടിക്കുളോ? പടികോടിക്കുളം. പുള്ളി എവിടെ പറഞ്ഞേ? പടിഞ്ഞാറേ കോടിക്കുളം. എടാ ഇത് ഇനി പടിഞ്ഞാറ്, ഈ പടി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറേ കോടിക്കുളം ഒന്നായിരിക്കും. അവിടെ ലെഫ്റ്റ് എന്നാ പറഞ്ഞത്. ഇതായിരിക്കത്തില്ല, ഒരു ജംഗ്ഷൻ ആയിരിക്കും. എന്നാ ചോദിച്ചു നോക്കാം. ഇവിടെ സൈഡ് ഒന്നാക്ക്. എൻ്റെ കീഴിൽ ഫോൺ അടിക്കല്ലേ, അതൊക്കെ നിർത്തിയിട്ട് ചേട്ടാ ഈ പടിഞ്ഞാറ് എന്നിട്ട് ചോദിക്കണം കോതമംഗലം പോകാനാണ് പറയണേ. ചേട്ടാ കോതമംഗലം പടിഞ്ഞാറേ കോടിക്കുളം ആണോ? അവിടെ ലെഫ്റ്റ് എന്നാ പറഞ്ഞേ. അവിടെ ലെഫ്റ്റ് എന്നാ പറഞ്ഞേ. ഞങ്ങക്ക് കോതമംഗലം പോകാനാ. ആ കലൂര് അടുത്ത ആഴ്ചയാണോ? എല്ലാം ഞാൻ പറഞ്ഞു ചെയ്യിപ്പിക്കണം. ഞാൻ പറയാൻ കളിക്കല്ലേ? നീ പറയാൻ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഓവർടേക്ക് കേട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞോ? തേനീച്ചയോ? ഞാൻ കൊതുകാൻ പറഞ്ഞത് അടിച്ചു പോകുന്നതാ. കഷ്ടം. പാൻ പിടിച്ച് പ്രായിക്കാണും. ഇല്ല, പ്രാകാനുള്ള സമയം. വണ്ണപ്പുറം, വാഴക്കാല, ഞാറക്കാട് റൈറ്റ്, വണ്ണപ്പുറം റൈറ്റ്, വാഴക്കാല ലെഫ്റ്റ്, കലൂർ ലെഫ്റ്റ്. എടി വാഴക്കാലയും കലൂരും ഇവിടുത്തെ വാഴക്കാലയും കലൂരും അല്ലേ? എറണാകുളത്തെ അല്ല, ഈ വഴിയാ. കോതമംഗലം പോവാൻ ഈ വഴി നേരെ അല്ലേ? കലൂര് ആ റൂട്ട് അല്ലേ? കലൂരിന്ന് റൈറ്റോ? അവിടെ എന്താ ചോദിച്ചിട്ട് പറഞ്ഞേ? നേരെ. രണ്ട് സൈഡും ചോദിക്കണം. ചിലവരും നമ്മളെ കറക്കി വിടും. അത് അപ്പുറത്ത് ഇപ്പുറത്തെ അങ്ങോട്ട് അടിയാണെങ്കിൽ തെക്കോട്ടും വടക്കോട്ടും വിടുവോ? അയ്യോ, ഏടി വഴിയൊക്കെ പോവാടാ. വണ്ടി പോകുന്ന വഴി ആയിരിക്കില്ലയോ? പുള്ളിഞ്ഞ് കാറ് പോകുന്ന വഴിയാന്ന് പറഞ്ഞു വിട്ട്. എനിക്ക് ഇങ്ങനത്തെ വഴി കാണുമ്പോൾ ടെൻഷനാ. അതാണ് വണ്ടി ആ വണ്ടി റൈറ്റ് അങ്ങോട്ട് ചേട്ടാ, അങ്ങോട്ട് കുറച്ച് ഒതുക്കിയേട്ടാ. അങ്ങോട്ട് ഇറക്കത്തില്ല, അതാണ് വിഷയം. അതുകൊണ്ട് അതിനിടയ്ക്കൂടെ ഊപ്പിക്കേറ്റിക്കൊണ്ട് പോകും. നീ ലെഫ്റ്റ് എടുത്തു, നീ കുറച്ച് ലെഫ്റ്റ് ചേർത്തു. മതി അങ്ങനെ നേരെ പോട്ടെ. അവർ പറയുന്നതാണ് ഈ ചെറിയ വഴി കൂടെയൊക്കെ ആന വണ്ടി കൊണ്ടൊക്കെ പോകുന്നു. ഇമാരേതാ? സ്വാഭാവികം, അങ്ങനല്ലേ പറയത്തുള്ളൂ. സൈഡ് പോലെ അത് ചോദിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അത് നീ എന്തിന്റെ അഹങ്കാരത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ നീ ചോദിച്ചത്? സംശയാസ്പദമായ സാഹചര്യമാണ് വഴി. എവിടെ? ചെറിയൊരു കുഞ്ഞു വഴി. ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരു വഴി നീ പോലും കാണുന്നില്ല. അതിന്റെ ഇടയ്ക്ക് നീ അവിടെ ചോദിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അല്ല, പുള്ളി പറയല്ലേ, ചോദിക്കത്തില്ലേ? എന്നാലും ഇവിടെ ഒരു വഴി പോലും കാണുന്നില്ല, ഒരു ഓട്ടോ പോലും തിരിയേണ്ട വഴിയില്ല. അവിടെ നീ എന്തിനാ വെറുതെ ചോദിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വണ്ടി വരല്ലേ? ഓ, ബുദ്ധിയില്ലാത്ര കാണിക്കല്ലേ ചേട്ടായി. നീ സൈഡ് ലെഫ്റ്റ് എടുക്കും. പോട്ടെ, സാരല്ലേ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവരൊക്കെ ധൃതിക്കാരെ ആവശ്യക്കാരെ പറഞ്ഞു വിടും മുന്നേ. പോട്ടെ. കുറച്ചുകൂടെ ചേർത്ത് മാങ്ങയും മറിച്ചോണ്ട് പോകായിരുന്നു. പോട്ടെ. വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ മാങ്ങ സൈഡ് പോരായിട്ട്. വീണ്ടും വിട്ടത് രണ്ട് ആന. ഡോഗറും അല്ല, പണിഞ്ഞു വെച്ചിരിക്കുന്നു. മറ്റേ ഡോഗർമാനെ പോലെ രണ്ട് ആനകൾ. അല്ല, വീടാണോ ഓഡിറ്റോറിയമാണോ?
ഇതാ വിമാനം എടുക്കടാ. അല്ലല്ല ആടാ മറ്റേ ബ്ലോഗർമാരില്ലേ മറ്റേ വേണ്ട ബ്ലോഗർ വേണ്ട ബ്ലോഗറോ? അല്ല ഇത് ഓഡിറ്റോറിയം. അത് ഓഡിറ്റോറിയം. നീ പറഞ്ഞ ഈ ബുജറ്റിന്റെ ആണോ? അമ്മാര് സൈഡിലാണ് വീട്. ഇതുപോലെ സൈഡിലല്ലേ? എനിക്ക് ഈ വഴി ചെന്ന് വേറെ റോഡിൽ കയറാതെ എനിക്ക് സമാധാനമില്ല. എന്ത് ടിക്കറ്റ് ഇടാനാവോ? ബസ്സൊക്കെ കിടപ്പുണ്ടല്ലോ. അപ്പൊ നീ വിറ വണ്ടി വിറ മോനെ. ഓക്കെ ഓക്കെ ഓക്കെ. എത്രടാ? 1 കോടി രൂപ. പേടി അടിക്കുളം വലിയ. നല്ല ഭംഗിയുണ്ട് ഇവിടെ. ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. വാവ്. ആ കൃഷിയുടെ ഇടയ്ക്ക് ഒത്താൻ എടുക്കും. നല്ലൊരു വീട്. കൊള്ളാം. നല്ല അഗ്രികൾച്ചർ വർക്ക്. നല്ല രസമുണ്ട് ഇവിടെ കാണാനേ. ഇവിടെ കുറച്ചു നേരം നിർത്തിയിട്ട് പ്രകൃതി ആസ്വദിച്ചിട്ട് പോയാലോ? എന്തോ കേട്ടില്ല. അതെ അതെ. നല്ല പരിപാടിയാണ്. ഓ കൊള്ളാം. നല്ല രസമുണ്ട്. സൈഡ് 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 സൈഡ്. എടാ ഈ സൈഡ് നീ ഇങ്ങനെ തന്നെ പിടിച്ചു പോക്കോ. ഈ സൈഡ് ഇങ്ങനെ തന്നെ പിടിച്ചു പോക്കോ. കുറച്ചുകൂടെ ലെഫ്റ്റ് എടുത്തു. പോട്ടെ, ലെഫ്റ്റ് എടുത്തു. ഓ എന്ത് രസമാടാ കാണാൻ. അതിനടുക്ക് കറുപ്പും വെള്ളയും കളറുള്ള പശു, കൊക്കുകൾ. കൊള്ളാം. ഐ ലൈക്ക് ഇറ്റ്. നമ്മുടെ പോത്തൊക്കെ ഒന്ന് മെഴുകി നിൽക്കുന്നു ചള്ളക്കകത്ത്. സുഖമല്ലേ? ആ ഗ്ലാസും തുടക്കി വരെ നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കാണാൻ. എടാ ഇത് വണ്ടി പോകുന്ന വഴിയൊക്കെ ആണോടാ? കാര്യമായി ലെഫ്റ്റ് പോവാൻ. വാഴക്കാല റോഡ്. എടാ ഇത് ബോർഡേ ഉള്ളു. ലെഫ്റ്റ് റൈറ്റ് ഏതാ? ഇങ്ങനെയാണോ? എടാ ഇത് വണ്ടി അങ്ങോട്ട് അയ്യോ പൊളിഞ്ഞ് തിരിക്കാൻ പോലും ഗ്യാപ്പില്ല ഇവിടെ. ഇത് റോഡിൽ ചെന്ന് ഇറങ്ങാൻ ഒരു സമാധാനമില്ല. ചിലർ ഈ കാറ് പോകുന്ന വഴി തന്നു പറഞ്ഞു വിടും. അതൊക്കെ ഇച്ചിരി ടാസ്ക് ഏരിയ. അച്ഛൻ ചോദിക്കും ഇവന്മാർ എങ്ങോട്ട് പോവാണ് ഈ വഴി കൂടെ. ആണ് എന്ത് ചെയ്യാൻ പറ്റും? പോട്ടെ പതുക്കെ മെല്ലെ തലോടി വിടും. പോട്ടെ തലോടി വിടാൻ പറഞ്ഞ തലോടി തന്നെ വിട്ടല്ലോ. അല്ല ലൈറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട്. ഓ പിന്നെ എടാ ലൈറ്റ് ആ ഫോണൊക്കെ ഒന്ന് മാറ്റിയടി. എന്തായാലും ഈ വഴി അങ്ങനെ വണ്ടികൾ പോകുന്നതല്ല. ആൾക്കാരൊക്കെ ഒന്ന് എഴുന്നേറ്റ് വരട്ടെ. ഞായറാഴ്ച എല്ലാരും പോത്തി കൂടി കിടന്ന് ഉറങ്ങുമായിരിക്കും. ഇതേതാ മോനെ ഇവിടൊക്കെ വണ്ടി തിരിക്കാൻ പറയരുതേ. പണിയാ. എന്താ പറ്റി? അല്ല കമ്പ് പോട്ടെ ആ സൈഡിൽ നിന്റെ ലെഫ്റ്റ് എടുത്തു. പോട്ടെ ലെഫ്റ്റ് ഇറക്കി വേണമെങ്കിൽ. ടയർ പിടിക്കത്തില്ലല്ലോടാ. എന്നാ വണ്ടി എടുത്തു. എന്തായാലും പുള്ളി നല്ലൊരു കാര്യം ചെയ്തല്ലേ. വണ്ടി പോകുന്ന വഴി ആയിരിക്കും. അല്ലെങ്കിൽ എല്ലാവരും പറയത്തില്ല മോനെ ഈ വഴി വണ്ടിയൊന്നും പോകത്തില്ല എന്ന് പറയുമല്ലോ അല്ലേ? നോക്കി നമ്മൾ ജീവിതത്തിൽ കാണാത്ത വഴികളാണ് ഇതൊക്കെ.
മറാഠി കുര്യൻ ജെ മാർട്ടി. മറാഠിയല്ല, മറാഠി. മറാഠിന്ന് വായിക്കും, മരട്ടിന്ന് വായിക്കും, മറത്തിന്ന് വായിക്കും. മിക്കവാറും പുള്ളി കാറ് പോകുന്ന വഴിയാ പറഞ്ഞേക്കുന്നത് കേട്ടോ. കാറ് പോകുന്ന വഴിയാ വെച്ച് അലക്കി വിടാൻ പറഞ്ഞത്. വാഴക്കാല എടാ വാഴക്കാല റൈറ്റാ കാണിക്കുന്നത്. വാഴക്കാല പോണ്ടാലും വാഴക്കാല പോണ്ട. പക്ഷെ എന്താ നേരത്തെ ഞാൻ അങ്ങ് വേർത്തു. അയ്യോ സൈഡ് ലൈൻ 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 കമ്പി ഭയങ്കര ടാസ്ക് ഏരിയ കേട്ടോ. വഴിയാണ് ആണാണ്. രാത്രി കുഴപ്പമില്ലായിരുന്നു. രാത്രി ആകുമ്പോഴാ ശരിക്കും ടെൻഷൻ ആയി പോകുന്നത്. ആൾക്കാരില്ലല്ലോ ചോദിക്കാൻ. ഈ വഴിയൊന്നും രാത്രി പോകല്ലേ, പകൽ തന്നെ പോകാവും. നല്ല വീടുകളാണ് കേട്ടോ ഇവിടൊക്കെ. നല്ല പറമ്പും അയ്യവും എല്ലാത്തിനും ഒപ്പം നടുവ് നല്ല കിടുക്കം വീടുകൾ. പക്ഷെ ഇവരൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് ടൗണിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോട്ടെ നമ്മൾ ഒത്തിരി ലെഫ്റ്റ് ഇറക്കണ്ട കേട്ടോ. പിടുത്തം വീണ് കഴിഞ്ഞാൽ കിടന്ന് കറങ്ങും. ഏടാ ഇവർക്കൊക്കെ ഒന്ന് കടയിലേക്കോ പോകണമെന്നുണ്ടെങ്കിൽ തൊടുപുഴ ടൗണിലോട്ട് പോകേണ്ട വരും ഇല്ലേ? ഈ സാധനം എടാ നിനക്ക് ഓർമ്മയുണ്ടോടാ? പുഴു പോലെ ഇത് ഇങ്ങനെ വടിച്ച് ഇങ്ങനെ ഊരിയെടുക്കാം. നല്ല രസമാണ്. എത്ര വർഷമായി കണ്ടിട്ട്. നല്ല തണുത്ത കാറ്റ്. നല്ല ഇറക്കമാണെന്ന് തോന്നുന്നല്ലോ. എഞ്ചിൻ ബ്രേക്ക് ഓൺ ആയിരിക്കും. ഏതാ ശരിക്കും സ്ഥലമുണ്ട്. ശരിക്കും സ്ഥലമുണ്ടോ? റിവേഴ്സ് എടുക്കാനോ? പൈനാപ്പിൾ തോട്ടം. ഈ വഴി അങ്ങനെ വണ്ടിയൊന്നും പോകുന്ന വലിയ വണ്ടി പോകുന്ന വഴിയല്ലെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഈ വഴി വരാൻ പാടില്ലായിരുന്നു കേട്ടോ. നമുക്ക് മെയിൻ റോഡ് തന്നെ പോകുന്നതായിരുന്നു നല്ലത്. നമ്മളിപ്പോൾ പറഞ്ഞു ഇങ്ങനെ ആയിരിക്കുന്ന വഴി. നമ്മൾ വഴി ചോദിച്ചു, അവർ വഴി പറഞ്ഞു തന്നു. അല്ലെ പിന്നെ ഇവിടെ തിരിക്കാൻ സ്ഥലമുണ്ട് കേട്ടോ. അതറിഞ്ഞാൽ മതി. ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതി. വിശക്കുന്നു. ബസ് വരുന്ന വഴിയാ. അവിടെ ചുമ്മാ ഒന്ന് ചോദിച്ചേ. നേരെ ആയിരിക്കട്ടോ, ലെഫ്റ്റ് ആയിരിക്കത്തില്ല. അടിമാലി നേരെ, മൂന്നാർ നേരെ. അവിടെ എഴുതിയിരിക്കുന്നു. ആ ഷെഡില് വെരി ഷെഡ് എഴുതിയിട്ടുണ്ട്. അടിമാലി മൂന്നാർ. മണ്ടേ കമ്പുണ്ടേ. ഓ എന്റെ 90s കിഡ്സ് പോയോടോ. ഞാൻ എങ്ങനെ നോക്കാനാ? വണ്ടി അല്ലേ പോട്ടെ സമാധാനത്തിന് വേണ്ടിയാണോ? അഥവാ പോയിട്ടുണ്ടെങ്കിലോ ഇവിടെ സമാധാനം ഇവിടുന്നേ പോകെ. എടാ പോട്ടെ, വണ്ടി നീ ഇവിടുന്ന് മുമ്പോട്ട് പോട്ടെ. ഇപ്പൊ പോയി കഴിഞ്ഞ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പറ. നീ വണ്ടി ഇവിടെ മുമ്പോട്ട് എടുക്കത്തില്ലയോ? എന്തായാലും പോയി. ഇനിയിപ്പോ ഇറങ്ങി കഴിയുമ്പോ സാധനം പോയിട്ടുണ്ടെങ്കിൽ വെറുതെ ഇനി അങ്ങ് ഒരു ടെൻഷൻ അടിച്ച് പോകണ്ട. അങ്ങനെ ഒരു തട്ടിലൊന്നും അത് പോകത്തില്ല. വാഴയുണ്ട്. ആടാ ഇതൊക്കെ കാണുമ്പോൾ പഴയ എന്തൊക്കെയോ ഓർമ്മ. തെങ്ങുണ്ട്. പറമ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോയതൊക്കെ ഓർമ്മ വരും. ഇതൊക്കെ ഇപ്പം ഭയങ്കര കുറവാണ് കാണാനായിട്ട്.
യെസ് എന്താ പറ്റി പോയോ? സമാധാനം സമാധാനം 90 പോലെ 90 പോയില്ല, സീറോ ഒന്നും പെട്ടെന്ന് പോകും. വിഷയമില്ലെന്ന്. അവരായിട്ടാ വെയിറ്റ് ചെയ്തത്, വേറെ എല്ലാവരും തെറി വിളിച്ചാൽ. ആ താങ്ക്സ് പറയാനായിരിക്കും. വണ്ടി ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടിട്ട് താങ്ക്സ് പറയണം. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ, നമുക്ക് വേണ്ടി എത്ര സമയം വെയിറ്റ് ചെയ്തില്ലേ. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇവിടെ ഭയങ്കര സൈലന്റ് ഏരിയ. ഈ ഹോൺ അടി നല്ല ഡിസ്റ്റൻസ് നല്ല പോകും, അങ്ങ് ദൂരെ കേൾക്കാം അല്ലേ. അപ്പൊ മാറ്റി അടി, മാറ്റി അടി. ആ കണ്ടോ പിള്ളേരൊക്കെ നോക്കിയിരിക്കുന്നു. കാണിച്ച് വീട് കൊള്ളാല്ലേ, പഴയ വീടല്ല. പഴയ രസമുണ്ടോ ഇവിടത്തെ വീടുകളൊക്കെ അടിപൊളി, നല്ല അടിപൊളി വീടുകൾ. അതായത് പഴയ വീടുകളെ മെയിൻറ്റെയിൻ ചെയ്ത് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ഫുള്ള് കൃഷിയാട്ടോ. കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. ഈ വഴി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇവിടൊക്കെ ആയിരിക്കും മറ്റേ വണ്ടി വരുന്നേ. ഇതൊക്കെ ആ ഒരു ഏരിയ ആണല്ലോ ഇവിടെ. അല്ല ഇവിടൊക്കെ ഉണ്ടല്ലോ, ഇവിടെ നാട്ടില് സാധനം പിടിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇപ്പൊ എന്തോരം ഏരിയകളിന്റെ അകത്തോട്ട് കാണും, നമ്മൾ കാണാത്ത എന്തോരം ഏരിയകൾ കാണും. അതുകൊണ്ട് ഒരു കുളം, മറ്റേ ജാതി മരം. ഇവിടെ ചേട്ടനോട് ചോദിച്ചേ, നേരെ തന്നെ ആയിരിക്കും. ഊന്നുക്കൽ നമ്മൾ ഗാഡി. ഈ സ്ഥലത്തിന്റെ പേരെന്താ? കലൂർ. ഇതാണ് ഇവിടുത്തെ കലൂര്. യെസ്. നല്ലൊരു തോട്. മൊത്തം ജാതി. എടാ ഇത് ജാതി ഇല്ലടാ. ജാതി നോക്കിയാ, ജാതി വെച്ചിട്ട് അതിന് ചുറ്റും കോളം പോലെ പണിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇറങ്ങിയ ജംഗ്ഷനാ കലൂര്. അപ്പൊ തൊടുപുഴയിൽ ഒരു കലൂരുണ്ട്. വലിയ റോഡാ കേട്ടോ. വലിയ റോഡായി. കൊള്ളായിരുന്നു ആ റൂട്ടില്ലേ. ആരും താമസമില്ല. പരിചയമുള്ള വഴിയാണോ ചെന്നത്? എവിടെ ഇറങ്ങുന്നു നീ? ഈ ഹോം ഭയങ്കര വിഷയമാണ്. ട്രെയിനിന്റെ കലൂര് വാഴക്കുളം. വാഴക്കുളത്താണോ ചെന്ന് കയറുന്നേ? നമുക്ക് പോകേണ്ടത് എടാ വാഴക്കുളോ? ഇത് നേരെ എവിടെയാണ് പോയി കയറുന്നേ? അയ്യോ, ഇതപ്പോ നേരെ മൂവാറ്റുപുഴയ്ക്ക് ചെന്ന് കയറും. ഊന്നുകൽ, അടിമാലി, മൂന്നാർ, ഊന്നുകൽ, കലൂര്, അങ്കമാലി, കലൂർക്കാടോ? ചോദിക്കാം. വാഴക്കുളം നേരെ നമുക്ക്. എടാ എവിടെയായിരുന്നു? നമുക്ക് കോതമംഗലം. എടാ നോക്കി, അടിമാലി റൈറ്റ്. അതുകൊണ്ട് റൈറ്റ് ആയിരിക്കും. ചേട്ടാ പൈങ്ങോട്ടൂര്. പൈങ്ങോട്ടൂര് കോതമംഗലം പോൻ. ചേട്ടാ കോതമംഗലം നേരെ റൈറ്റ്. നേരെ പോയി വാഴക്കുളത്ത് പോകും. പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മൾ മൂവാറ്റുപുഴ കയറി പോകേണ്ട വരും. അടിമാലി, നേരിമംഗലം, ഊന്നുങ്ങൽ, പൈങ്ങോട്ടൂർ, കലൂര്. നീ ഒരുമാതിരി പ്രൈവറ്റ് ബസ്സിന് ആൾക്കാരെ വിളിച്ച് കയറ്റുന്നത്. കോതമംഗലം. ഇതാണ് കലൂർ മെയിൻ ടൗൺ. കലൂർ അയ്യപ്പ് മെമ്മോറിയൽ മെമ്മോറിയൽ HS.
നല്ല റൂട്ടാണ് ഇതല്ലേ, നല്ല ഏരിയ, നല്ല വീട്, 14 വീടുകൾ നല്ല വീടുകളാണ്, നല്ല വീടാ, നല്ല നല്ല വീട്, ഏരിയ വളരെ നല്ല സൂപ്പർ ഏരിയ. അയ്യോ എന്റെ മാനെ, പോട്ടെ വെച്ച് കഴിഞ്ഞാൽ നേരെ കോതമംഗലം. കോതമംഗലം എനിക്കറിയാം. തമിഴ്നാടായിരുന്നു കൊറേ ഡെക്കിലെ കാളെ അടിച്ചു അവിടെ അങ്ങനെ കൊണ്ടുപോകുന്നത്. വന്നെത്തി, ആ വണ്ടി എത്തി, സ്ഥലം എത്തി. ഊന്നുക്കൽ, കളിയാറ്, കാളിയാറ്, മൂവാറ്റുപുഴ ലെഫ്റ്റ്, വാട്ടുപുള. അപ്പൊ നമുക്ക് നേരെ ഊന്നുങ്ങൽ പോണോ? എന്നിട്ട് അല്ല ഞാൻ ചോദിക്കാം ഇവിടെ സുഖമില്ലേ? കോതമംഗലം. ചേട്ടാ കോതമംഗലം പോവാൻ ഇടത്തേക്കല്ലേ? ഓക്കെ ഓക്കെ. എടാ ഇവിടെ നിന്റെ ഇടത്തോട്ട് ഇരിയണമെന്നാ പറഞ്ഞേ. നീ നേരെ വെച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്യും. ഇടത്തന്നെ ആയിരിക്കും. ഈ വഴി എവിടാ? അടി ചേട്ടനോട് പൈസ വേറെ കണക്കാരില്ലല്ലോ. സെന്ററിൽ കൊണ്ട് നിർത്തിക്കേ. ഇവിടെ തിരികെയുള്ള നല്ല ഗ്യാപ്പൊക്കെ ഉണ്ടല്ലോ. എടാ മൂവാറ്റുപുഴ അല്ലേടാ അത്? ഇത് മൂവാറ്റുപുഴ വഴി കയറി പോണ്ടേ? റൂട്ടിലുള്ളത് ആണോ? അല്ല നേരെ ഡയറക്റ്റ് ഇവിടെ പോയി കയറുമല്ലേ? എന്നതാ കോതമംഗലം. ചേട്ടാ കോതമംഗലം എവിടെ? അടുത്ത മെയിൻ ജംഗ്ഷൻ. നമുക്ക് ഇവിടെ നേരെ പോകാമായിരുന്നോ? ആണോ? ഓക്കെ ഓക്കെ ശരി ശരി. പോത്താനിക്കാട് റൈറ്റ് അല്ലേ? അതിലേം പോകായിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതാ നല്ല റോഡെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, പുള്ളി നല്ല റോഡായിരിക്കും പറഞ്ഞു തന്നെ. പോത്താനിക്കാട് ജംഗ്ഷൻ, അങ്ങിന്ന് റൈറ്റ് ടേൺ പണിക്കോ. കോതമംഗലം കയറാൻ പറ്റുന്നവരാ കയറിക്കും ഇല്ലേ? കോതമംഗലം ബസ് കണ്ടേ. ഒന്നും ഇപ്പൊ ഇറക്കുന്നില്ല അല്ലേ? ആ മോഡലിൽ തന്നെ ഒരു അടിപൊളി ഇറക്കുമായിരുന്നു, നല്ല രസമായിരുന്നു. നമ്മുടെ ദിക്കാറിനകത്ത് എസ്റ്റീം അല്ലേ കാണിക്കുന്നത്? നല്ല രസം വണ്ടി കാണാൻ. ഒടിഞ്ഞു പോയതാണോടാ? എന്ത് അവസ്ഥയായിരിക്കും? ലോഡ് ഇറക്കും അല്ലേ? അത് ഈ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്തോണ്ടായിരിക്കും അല്ലേ? ഒന്നെങ്കിൽ കറക്റ്റ് അല്ലെങ്കിൽ ഓടിയൊരു വിഷയം, അല്ലെങ്കിൽ കറക്റ്റ് വണ്ടി പണിയാണോ? എന്നോട് അണ്ണച്ചി പറഞ്ഞത് ഈ വഴിയൊക്കെ ഓയിൽ ഒഴുകും ഒക്കെ ഇല്ലെന്ന്. അത് പറഞ്ഞ് ഹൗസിങ്ങിന് ഇതില്ലേ, ഹൗസിങ്ങിൽ കൂടെ ഓയിൽ ഒഴിക്കും, ഓയിൽ ഫുള്ള് ലീക്കാവും, പിന്നെ മുറുകും. അങ്ങനെ ഓടിച്ച വണ്ടി മറ്റോ പറഞ്ഞ കേട്ടോ. ഞാൻ ഒരു ട്രിപ്പ് പോയിട്ട് വരുമ്പോഴത്തേക്ക് 3-4 ടയറാ മാറുന്നതെന്ന് പുള്ളി വലിയ ലാഘവത്തോടാ പറയുന്നേ. പക്ഷെ അത് കേട്ടപ്പോ എന്റെ റിലേ പോയി. അപ്പൊ അത്രയ്ക്കുള്ള ഉത്തരവാദിത്തം കാണിക്കുന്നത്. കാരണം അവർക്ക് എങ്ങനെയും ഓടുക, പോയിട്ട് തിരിച്ചു വരിക, കയ്യില് അനുസരിച്ച് 10,000-10,000 പൈസ ആണോ? ഒരു ട്രിപ്പ് പോയിട്ട് വരും, ഒരു ട്രിപ്പ് പോയിട്ട് വരുമ്പോഴത്തേക്ക് 3-4 ടയറാ പോകുന്നതെന്ന്. അപ്പൊ എന്ത് ഓട്ടമായിരിക്കും അത് ഓടുന്നേ? അതാ അതുകൊണ്ടാ മാക്സിമം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ലോറി എടുക്കാനൊക്കെ ഇനി പ്ലാൻ ചെയ്യുന്നവരൊക്കെ സ്വന്തമായിട്ട് ലോറി ഓടിച്ച് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ. അല്ലെ പിന്നെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ല, എനിക്ക് വണ്ടി എടുത്തിട്ട് ഞാൻ ഇങ്ങനെ റോളപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കോളാം, കുഴപ്പമില്ല, പൈസ പോയാലും കുഴപ്പമില്ലുള്ളവരാണെങ്കിൽ ഓക്കെ. ഡ്രൈവർ പോയാലും ഞാൻ കയറി ഓടിക്കോ മൈൻഡ് വേണം. നീ പോയാ പൊക്കോട്ടാ കുഴപ്പമില്ല, ഞാൻ പൊക്കോളാന്ന് പറയും, മൈൻഡ് വേണം. അല്ലാതെ കാര്യമൊന്നുമില്ല.
അല്ലാതെ എടുത്തിട്ട് ലോറി ലാഭമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ വെച്ച് ഓടിക്കാമെന്നുള്ള മെന്റാലിറ്റിയിലൊക്കെ വണ്ടി എടുത്തിട്ട് കഴിഞ്ഞാൽ ഡ്രൈവർ നമ്മളെ പണിയിടരുന്നല്ലാതെ. അതുകൊണ്ടാ പറയുന്നത്, ഇതാദ്യം നിങ്ങൾ നോക്ക്, ഇത് നോക്കിയിട്ട് എല്ലാവരും നോക്കിയിട്ട് ഇതിൻ്റെയൊക്കെ കാര്യങ്ങളും ബുദ്ധിമുട്ടും റിസ്കുകളൊക്കെ നോക്കിയിട്ട് വേണം. അല്ലാതെ ഒരു ഓട്ടോ ഓടുമ്പോഴത്തേക്ക് ഒരു എത്ര രൂപ എല്ലാവരും ചോദിക്കുന്നത് എന്താ അറിയോ, ഒരു ഓട്ടം പോകുമ്പോഴത്തേക്ക് എത്ര രൂപ ഓട്ടോ ലോഡ്, എത്ര രൂപ ഓട്ടോ കിട്ടിയത്, എത്ര രൂപ എത്ര കൈ ലോഡിന്റെ പൈസ കൊണ്ട് ഇറക്കിയതിന് എത്ര പൈസ കിട്ടി, ഇത്ര അറിഞ്ഞാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയണ്ട. ഡ്രൈവർ ശമ്പളം നമുക്ക് ഈ ലോഡിന്റെ പൈസ, നമുക്ക് ഈ ലോഡ് ഓട്ടം കിട്ടിയതിന്റെ പൈസയോ, നമുക്ക് ഇത്ര ഓട്ടമായിരുന്നു ഇത്ര, നമുക്ക് എണ്ണയൊക്കെ പറയാം. അല്ലാതെ നമുക്കൊന്നും പ്രത്യേകിച്ച് പൈസയുടെ കാര്യമൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അതൊക്കെ വലിയ വമ്പൻ ടീമുകൾ പറയുന്നുണ്ട്. എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ ഇന്നയാണ് ഓട്ടോ ഓടി, ഞാൻ എനിക്ക് 50,000 ഓട്ടോ ഓടി, എണ്ണക്കാശ് കഴിഞ്ഞിട്ട് ബാക്കി എനിക്ക് 25,000 രൂപ കിട്ടി. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചുമ്മാ ഇരിക്കുന്ന പിള്ളേർ പോലും ആഗ്രഹം എന്നാ പിന്നെ ലോറി എടുത്ത് കിട്ടാലോ, ഒറ്റ ട്രിപ്പിൽ തന്നെ 20,000 രൂപ കയറി. അതെല്ലാരും ലോറി ഫീൽഡിൽ പോകുന്നവരെല്ലാരും ആൾക്കാരും മിക്കവരും പറയുന്നത് ഇത്രേ പറയുന്നുള്ളൂ. പക്ഷെ ഈ വണ്ടിയും കൊണ്ട് പോകുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾ അതാ മെയിൻ ആയിട്ട് ഞങ്ങൾ വീഡിയോ ഇടുന്നത്. 2-3 ട്രിപ്പ് എടുത്താൽ CC ആയല്ലോ. 2-3 ട്രിപ്പ് എടുത്ത് പക്ഷെ ഇതും കൊണ്ട് പോകുന്നതിന് കുറച്ച് പാടുകളുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകൾ. അപ്പൊ അതൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഓണ്ടർന്ന് ഇടിച്ചു കിടക്കുന്നു. ഇന്ത്യക്കാ അത് നീ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പിന്റെ പരസ്യത്തിൽ വെച്ചിരിക്കുവാണോ? അറിയത്തില്ല. പഴയ സിറ്റ് ആണോ? 143 നമ്പർ. എടാ പോത്തൻ, ഇത് പാറയ്ക്ക പീടിക, പോത്താനിക്കാട് ഒന്ന് റൈറ്റ് എടുക്കാനാ പറഞ്ഞത്. ചോദിക്കാം. റോസ്ലാൻഡ്, മണ്ണപ്പുറം, കാളിയാർ, പോത്താനിക്കാട്, പൈങ്ങോട്ടോ. നമ്മളൊരു ക്രൂസ് തുടങ്ങി. എടാ ഞായറാഴ്ചയായിട്ട് പോത്തുകടയിലെ ഇറച്ചിക്കടയിലെ തിരക്കുണ്ടോ? എന്നോട് അവിടെ പൂത്തിറച്ച് 420. ചേട്ടാ കോതമംഗലം അടുത്ത ജംഗ്ഷനിൽ നിന്ന് റൈറ്റ്, അടുത്ത ജംഗ്ഷനിൽ നിന്ന് റൈറ്റ്. കേറിങ്ങി വരുമോ? അതാ വിഷയം. അമ്മച്ചി, കാവക്കാട് ലെഫ്റ്റ്. എടാ ഇതാ പോത്താനിക്കാട്. ബോർഡ് കണ്ടോ? ആണോ? ബോർഡ് കണ്ടോ? എന്നാലും ഒന്ന് ചോദിക്കാം. ഈ റൈറ്റ് ആയിരിക്കും. ആരോട് ചോദിക്കാനാ? അയ്യോ അല്ല, റൈറ്റ് സൈഡ് ചേട്ടനോട് ചോദിച്ചു. ചേട്ടൻ എന്തായാലും അവിടെ വീടിയും വലിച്ചിരിക്കും. ചേട്ടൻ വാ തുറക്കുന്നില്ല, വാ തുറന്നാ പോകുമോ? ആണ് ബസ് ഇപ്പോഴാ മോനെ ഒരു ബസ് കാണുന്നത്. പോത്താനിക്കോട് പൈങ്ങോട്ട്. ശരി, മുമ്പ് ബസ് കണ്ടല്ലേ? എടാ മോനെ ലെഫ്റ്റ് എടുത്തു. അങ്ങനെ തന്നെ നേരെ ഓട്ടോ. ഇനി ലെഫ്റ്റ് എടുക്കല്ലേ? ഓക്കെ. യെസ്. നമ്മുടെ വോക്കി ടോക്കി ഉണ്ട്. തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രം. കുറേ വണ്ടി ഉണ്ടല്ലേ? യാപ്പിട്ടിയാനും കയറ്റി വിട്ടേക്ക്. 30 ചെങ്ങന്നൂർ വണ്ടി. വീട്, അതിനൊത്ത പറമ്പ്, ഓട്ടോ വരുന്നു. ഈ വഴി ലോഡും കൊണ്ടൊന്നും പോകാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. നമ്മുടെ ഹൈടെക് ലോഡൊന്നും പറ്റത്തില്ല. ഒരു ഈച്ച കുറെ നേരം കൊണ്ടിട്ട് അകത്തുള്ളത് കറങ്ങും. ഇറങ്ങിപ്പോയി മോനെ. പൂനുക്കൽ, മൂന്നാർ. റൈറ്റ് ആണോ? മൂന്നാർ റോഡ് ആ ഷോർട്ട് കട്ട് ആയിരിക്കും അല്ലേ? കാറുകാർക്ക്. നല്ല വീട്, പക്ഷെ ആൾ താമസമൊന്നുമില്ല. നല്ല വീട്, താമസമൊന്നുമില്ല, ആൾ താമസം.
എല്ലാം വെളിയിൽ ഇവിടെ കൂടുതലായിരിക്കും. എല്ലാരും ജർമ്മനിയും UK യും കാനഡയും ഒക്കെ ഇവിടെ പോകുന്നതായിരിക്കും. കാണും ഏതെങ്കിലും മേടോ അപ്പച്ചനോ അമ്മച്ചിയോ എന്ത് അവസ്ഥയാണ്. ആരെങ്കിലൊക്കെ കാണും. നമ്മള് പോകുന്നതിന് കുഴപ്പമില്ല, അല്ല അവരെ കൂടി കൊണ്ടുപോകണം. ചിലർ മിക്കവരും കൊണ്ടുപോകുന്നുണ്ടോ, ഒന്ന് സെറ്റായി കഴിയുമ്പോൾ അവർ കൊണ്ടുപോകും. കാരണം അവർക്ക് പിന്നെ ഇതായിരിക്കുമല്ലോ, അവിടുത്തെ എല്ലാ ചെലവും അവിടുത്തെ ഗവൺമെന്റ് ആണല്ലോ, പ്രായം ആയവർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഇത്ര വർഷം നിൽക്കണം അങ്ങനെയൊക്കെ ഇല്ലേ? ഇത്ര വർഷം ഇതാവണം. നല്ലൊരു വീടായിരുന്നു, മിസ്സായി പോയി. പക്ഷേ അടാറ് വീട് ജസ്റ്റ് മിസ്, എടുക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചേ തലേ കൈ വെച്ചു വ്യവസ്ഥ പുള്ളിക്കാരൻ പുള്ളി മുടിഞ്ഞു പോയത്. ആണ് വണ്ടി കിടക്കുന്നല്ലോ. ഞാൻ മേടിക്കാനാ, 10 കുഴപ്പമില്ല, വണ്ടി പോകുന്ന റൂട്ടാണല്ലോ. അറേബ്യൻ ഹോട്ടൽ. നേരെ വാരപ്പെട്ടി പുതുപ്പാടി. നമുക്ക് എങ്ങോട്ടാ ചോദിക്കണ്ടേ? നേരെ ആയിരിക്കണോ? എന്നാലും ബോർഡ് കണ്ടോ? നീ ബോർഡ് കണ്ടായിരുന്നോ? എടാ നീ ബോർഡ് കണ്ടായിരുന്നോ? കണ്ടു. നേരെയാണോ? വണ്ടി നിർത്താൻ പറഞ്ഞു. തെറി വിളിക്കാനാണോ? നീ എന്തെങ്കിലും ചെയ്തോ? ഏതാ? ഉണ്ട്. കട്ടൻസ് ആണോ? എന്ത് കട്ടൻസ്? അതാ വിറകാ? ഈറോഡ് പിടിക്കുന്നുണ്ട്. എടാ വാടക എന്തുണ്ടിക്കാ? 750. 750 എത്ര ടണ്ണ് കാണും? യെസ്, കോതമംഗലം എത്തി. ഇനി ഇവിടുന്ന് വണ്ടി ഇപ്പം സ്കൂട്ടറിൽ വണ്ടി ഒന്ന് നിർത്തിച്ചത് അത് ഇവിടുത്തെ ഏജന്റ് ആയിരുന്നേ. ലോഡ് ഞങ്ങൾ എടുക്കുന്നുണ്ടോ വിറക് തമിഴ്നാട്ടിലോട്ട്. പക്ഷെ വാടക കുറച്ച് കുറവാണ്, 750 അല്ലേ? അത് കുറവല്ലേ? പിന്നെ അത് കുറവാണ്. മോനെ ഇവിടുന്ന് ലെഫ്റ്റ് ആയിരിക്കും. എനിക്ക് പയ്യനോട് ചോദിക്കാം. ചേട്ടാ ഈ നെല്ലിക്കുഴിയൊക്കെ പോനാ ലെഫ്റ്റ് പോയാലേ? എടാ ലെഫ്റ്റ്. പോട്ടെ. ഈച്ച പോയി, കാര്യമായി. ഓടിച്ചോ. ലെഫ്റ്റ് ഓക്കെ. സ്ട്രൈറ്റ് തന്നെ അല്ലേ? ആയിരിക്കും. പോട്ടെ, ഇവിടെ ചോദിക്കാം. സ്ട്രൈറ്റ് തന്നെ അല്ല, വഴി കാണത്തില്ല. കോതമംഗലം പോവാൻ. കോതമംഗലം നേരെ തന്നെയല്ലേ? ഓക്കെ, പോട്ടെ. രൂപ അല്ലേ? കളയണ്ട, നമുക്ക് എപ്പോഴും ആവശ്യം പറയാൻ പറ്റത്തില്ല. അറിയാൻ പറ്റത്തില്ല. ചിലപ്പോ വലിയ പോസ്റ്റായിട്ടൊക്കെ നിൽക്കുമ്പോഴേ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ ലോഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടും അത്. പക്ഷേ ചെക്ക് പോസ്റ്റിലും അവിടെ ഇവിടെ ഒന്നും പൈസ എങ്ങനെ അറിയണത്? മറ്റേ നമ്മളെ തൂത്തുക്കുടി പോയപ്പോഴല്ലോ പലകയ്ക്ക് വരെ 500 അത് പലക. ഇത് പലകല്ല, വിറകല്ലേ? ഇതല്ലേ തടി ഐറ്റം അല്ലേ? ഇത് വിറക, തടിയല്ലല്ലോ. വിറകാണെങ്കിലും ഫോറസ്റ്റ് പിടിക്കുമല്ലോ. ആണോ? വിറകിനും പിടിക്കും. ഫോറസ്റ്റ് പിടിക്കും. അതൊന്ന് കറക്റ്റ് ചോദിച്ചറിയണം. അറിയാവള് പോയിട്ടേ പൈസ കൂടുതൽ നഷ്ടപ്പെട്ട ഓട്ടോ നഷ്ടപ്പെട്ട. കാരണം എന്താ പറയുക, നമ്മൾ അന്ന് ആദ്യമായിട്ട് വിറകെടുത്ത് അന്നല്ല വണ്ടി ആക്സിഡന്റ് പറ്റിയത്. അപ്പൊ നമുക്ക് അവന്റെ അറിയാൻ പറ്റിയില്ലല്ലോ. അതിന് മുന്നേ നമ്മൾ പലകയും കൊണ്ടാ പോയത്. പലകയ്ക്ക് പോയി നമ്മൾ ഫോറസ്റ്റ് ഓഫീസിലെ പൈസ കൊടുത്തു. അവിടെ 500 അവിടെ വിലപേശലല്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു മേലല്ല എടാ ഇത് അങ്ങനെ വില പേശേണ്ട കാരണമൊന്നും അല്ല. ഞാൻ പറഞ്ഞു സാറേ ഒരു 300 400 300 നീ ഇത് ലേലം വിളിയോ? എന്നിട്ട് എന്നെ ബുക്ക് എടുത്ത് കാണിച്ചു കേട്ടോ. എല്ലാരും പോകുന്നവരെല്ലാം 500 കൊടുത്തിട്ട് പോകും, നീ മാത്രം 300. ഞാൻ സാറ് വരുമ്പോ ഞാൻ എന്തോ പറയും, അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ പണി കാണിച്ചേക്കല്ലേ.
ചെറിയ വഴിയാ പക്ഷേ ഫുള്ള് കൃഷി കേട്ടോ. നമ്മൾ വന്ന വഴി വെച്ച് നോക്കുവാണെങ്കിൽ ഇത് പിന്നെയും അല്ലേ ശരിക്കും നല്ല കൺജസ്റ്റിംഗ് റോഡായിരുന്നു. നമ്മള് വീശി എടുത്തു. നല്ല തണുത്ത കാര്യം. കല്യാണം 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 കൊള്ളാം കേട്ടോ. ക്രിസ്റ്റ കൊള്ളാം. നൈസ്. പണിഞ്ഞിരിക്കുന്ന കൊള്ളാം. സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിച്ചേക്കുന്നല്ലേ. ഒരുപാട് അലമ്പില്ല. ഒരുപാട് അലമ്പില്ലാതെ അടിപൊളിയായിട്ട് അലയും ചേരുന്നുണ്ടായിരുന്നു. കറക്റ്റ് സൈസിന് ഇറക്കി. ഫുൾ ബ്ലാക്ക്. ഒരു പൊടിക്ക് പുറത്തുണ്ട്. ഒരു പൊടിക്ക് പുറത്തുണ്ട്. അതാ ഇതിന്റെ എന്തുവാ ഫെൻഡറിന്റെ ലെവലിൽ വന്നിരിക്കുന്നേ ഉള്ളൂ. രസമുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ആ ലെവലിൽ വരണം. ആ ഫെൻഡറിന്റെ ആ ലെവലിൽ വരണം വന്നിരിക്കണം. എന്നാലേ ഭംഗിയുള്ളൂ. ഒരുപാട് ഫെൻഡറിന്റെ വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് സ്പേസ് ഇട്ട് വെളിയിലോട്ട് ഇറക്കിച്ചാലോ? ഇല്ല. ഇതൊക്കെ ഏത് വഴിയാടാ? ആ കാർ മുമ്പോട്ട് കയറി വരും. അടുത്ത ശ്രീധരം ഡൗറി ഡൗറി എന്താ ഡൗറിയോ? ഡൗറി ഡൗറി സ്ത്രീധനത്തിന് എങ്ങനെയാ പറയുന്നത്? അതെ അത് എന്തോ ഏത് ലാംഗ്വേജ് ഏത് ഭാഷയാ അത്? ഇംഗ്ലീഷ്. ഇംഗ്ലീഷോ? ഇംഗ്ലീഷിൽ ഡൗറി. ഡൗറി അങ്ങനെയാണോ? സ്ത്രീധനം. സ്ത്രീധനത്തിന് ഇംഗ്ലീഷ് ഡൗറിന്നോ? ആർക്കറിയാം? പോടാ. എനിക്കത് செக் பண்ணுங்க கூகுள் உங்க போன்ல கூகுள் இருக்கா? கூகுள்ல டைப் பண்ணி செக் பண்ணு சார். அப்ப தெரியும் உங்களுக்கு சீதனம் என்னன்னா. ശ്രീധരൻ ഡൗറി. അത് ശരി. ഞാൻ വിളിച്ചു വല്ല അറബിയോ മറാഠിയോ അല്ലോ ആയിരിക്കും. യെസ്. കുറെ ഹോൺ ഉള്ളതിന്റെ അഹങ്കാരം ഞങ്ങൾക്ക്. മാറ്റി മാറ്റി അടി. ഓരോ വളവും മാറ്റി മാറ്റി അടി. അടുത്ത നെക്സ്റ്റ് ബോള് സ്പോട്ടിൽ തന്നെ ഇട്ടു. നല്ല കിടുക്കം വീടുകളുണ്ട് കേട്ടോ. നല്ല ഒത്ത കണ്ടത്തിന്റെ ഒക്കെ സൈഡിലും നല്ല പറമ്പിന്റെ ഒക്കെ ഇടയ്ക്ക് നല്ല അടിപൊളി വീടുകളൊക്കെ. ആണാണ്. വീടിന്റെ ഫ്രണ്ടിലൊക്കെ നല്ല മരങ്ങളും നല്ല ജാതി മരവും ഒക്കെ ഉണ്ട്. നല്ല രസമാണ്. നമ്മളൊക്കെ സാധാരണ ഈ വഴിയൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ നേരെ എവിടെയെങ്കിലും പോവാണെങ്കിൽ ടൗൺ പിടിച്ചങ്ങ് പോകും. അതാ പറഞ്ഞ ഈ ഉള്ളേരിയയിലോട്ടൊക്കെ പോകണമെന്ന്. ചുമ്മാ ഇരിക്കുമ്പോൾ ബൈക്ക് എടുത്ത് കാറൊക്കെ എടുത്ത് ഇറങ്ങണം. ചുമ്മാ ഇറങ്ങാൻ ഇങ്ങനെയുള്ള വഴികൾ പിടിച്ചാൽ മതി. നമ്മൾ നേരത്തെ ഇറങ്ങുമായിരുന്നല്ലോ വണ്ടി എടുത്ത്. ഉള്ളേരിയൊക്കെ പിടിച്ചു പോകുമായിരുന്നു ഫുള്ള്. ചുമ്മാ രസം. അതുപോലെ മറ്റേ ആ കോട്ടയത്തെ സിമെന്റ് ഫാക്ടറിയുടെ വഴി അതെന്നെ കീറ് വഴിയായിരുന്നു. അടുത്തുണ്ടോ? ഇതെന്ത് എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. വീട്ടിൽ പോകുന്ന വഴിയാ ആയിരിക്കും. നമ്മുടെ വീടൊക്കെ ഉണ്ട്. എടി മാങ്ങ പഴുക്കോടാ? നീ മേടിച്ചോ? മാവിന്ന് കടയിൽ നിന്ന് മേടിച്ചാണോ അതോ നീ അല്ലാതെ മാവിന്ന് പറിച്ചെടുത്താ? അവിടെ നിന്ന് എടുത്താണോ? അയ്യാടാ. അപ്പൊ അത് മറ്റേ ഈ അച്ചാറിടുന്ന മാങ്ങ. അച്ചാറിടുന്ന മാങ്ങയാ. അതെന്താവാനാ? എടാ ചോദിച്ചടാ. ചേട്ടാ കോതമംഗലം വലത്തേക്കല്ലേ? ശരി ശരി. ചേട്ടൻ വഴി പറഞ്ഞു. റൈറ്റ് പോട്ടെ. കോഴിപ്പള്ളി പോട്ടെ പോട്ടെ പോട്ടെ. വണ്ടി പൊക്കോളൂ. കോഴിപ്പള്ളി കോഴിപ്പള്ളി ഇവിടെ മറ്റേ പയ്യന്റെ വീട് ബേസിലിന്റെ വീട് ആണോ? ഇവിടെയാണോ? കോഴിപ്പള്ളിയിലാണോ? ആ നീ വന്നിട്ടുണ്ടോ ഇവിടെ? ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കത്തില്ലേ? എടുത്തില്ല. അങ്ങനെ
ബീഫ് ബീഫ് ബീഫല്ല പോർക്ക് പോർക്കില്ലേ? ഐ എങ്ങനെ കഴിക്കുന്നത് സാധനം? ഈ പോർക്കിനകത്തല്ല ഇഷ്ടം പോലെ അണുക്കളുള്ളത്. ഏറ്റവും കൂടുതൽ അണുക്കൾ പോർക്കിനകത്താണ്. അതത്ര 100 ഡിഗ്രി ഒക്കെ തിളപ്പിച്ച് വേണം ഈ സാമാനമൊക്കെ കഴിക്കാൻ. എടാ ഞാനൊരു റീലിനകത്ത് കണ്ട് പോർക്ക് ഇതിനകത്തെ പോർക്ക് മേടിച്ചിട്ടേ അതിനകത്ത് പെപ്സി ഒഴിക്കും. പെപ്സി കോള എന്തെങ്കിലും ഒഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പുഴു പോർക്കിൻ്റെ അകത്തുനിന്നേ പുഴു ഇറങ്ങിയത്. നമുക്കൊരു ഒരു പീസ് പോർക്ക് മേടിച്ചിട്ടേ ഒന്ന് നോക്കിയാലോ, ഒന്ന് ഉള്ളതാണോ ഇല്ലയോ എന്ന്. ഗ്ലൗസ് ഇട്ട് എന്തെടുക്കാനാ? അല്ല ഓടി ഗ്ലൗസ് ഇടണം. ആ സാധനം പുഴുവൊക്കെ പറയാൻ പറ്റിയല്ലോ. ഓ അപ്പൊ ഈ ആൾക്കാർ മേടിച്ച് കഴിക്കുന്നത് നമുക്കൊന്ന് പോർക്ക് മേടിച്ചിട്ടേ നമുക്ക് ഒരു പെപ്സി മേടിച്ചൊന്ന് ഒഴിച്ച് നോക്കാം, അത് ഉള്ളതാണോ? ഇനി മനസ്സിലായി അവന്റെ വീഡിയോ കഴിയാത് ആണോ? ഇനി അങ്ങോട്ടാ ലെഫ്റ്റ് ഇത് കോതമംഗലം അല്ലേ? യെസ്, കോതമംഗലം. അവനെ വിളിച്ചോ ഉണ്ടോ ചോദിച്ചോ? ഉണ്ടെ കണ്ടേച്ചോ എത്ര നാളെ കണ്ടിട്ട്. ഇനി ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും വലിയ തിരക്കൊന്നും ഇല്ലാത്തത്. ഇറക്കണ്ട, സൈഡിൽ നിർത്തിയിട്ടാൽ മതി. ഇവിടെ കാണോ? അതോ ഡ്യൂട്ടിക്ക് പോയി കാണോ? വിളിച്ചു ചോദിക്കാം. നമ്മളെ തിരിച്ചൊന്നില്ലേ ആ വാരപ്പെട്ടി അവിടെ സ്ഥലം അവിടെ ആണോ? എന്നാ വിളി ചോദിച്ചോട്ടെ. വിളിച്ചോ. ലുക്കുവിൻ്റെ ഫ്രണ്ട് കോതമംഗലം ഇവിടെ ഫോൺ ചെയ്ത് വിളിച്ച് വരുത്തി വന്നതാണ് കാണാൻ. യെസ്, അങ്ങനെ നമ്മൾ ലോഡ് എടുക്കാൻ അടുത്ത ഏരിയയിലോട്ട് നമ്മൾ എത്തി. കോതമംഗലത്ത് ഈ സ്ഥലപ്പേരെന്തായിരുന്നു? നെല്ലിക്കുഴി അല്ലേ? നെല്ലിക്കുഴി. ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേടാ? ഇത് നോക്കിയിട്ട് എടുത്തു. എവിടെ എടുക്കുമ്പോൾ ആ കടയുടെ സൈഡ് നോക്കണം. സൈഡ് നോക്കണം കേട്ടോ. സൈഡ് നോക്കണേ. അതുകൊണ്ടാണ് കുറച്ചുകൂടി ലെഫ്റ്റ് എടുത്തു. അവിടെ സൈഡ് കുഴപ്പമില്ലല്ലോ. ഇവിടെ വൈകിട്ട് ബാഡ്മിൻ്റൺ ഉണ്ട്, ഷട്ടിൽ കളിയുണ്ട് ഇവിടെ. ഇതെന്താ വണ്ടി ഇടിച്ച് കയറ്റി നമ്മളാ? അതുകൊണ്ടാ ചെല്ല ചളക്കി പൊട്ടിയിരിക്കുന്നു. അയ്യോ, വണ്ടി കിടപ്പുണ്ടല്ലോ ഒരു വണ്ടി. അതുകൊണ്ടാ നല്ല ഇടിച്ച് ചളക്കി വെച്ചിരിക്കുന്നല്ലോ. भाई क्या भाई ലോറി ഇടിച്ച് പറിച്ച് വെച്ചിരിക്കും, ചളിക്ക് വെച്ചിരിക്കുന്നത്. ആ പോട്ടെ പോട്ടെ. ആ കുഴപ്പമില്ല, എന്തായാലും ആയി. പോട്ടെ. പതുക്കെ. ആ പേരില്ല. എടാ ഇവിടെ ഇട്, ആ വണ്ടി ഇങ്ങോട്ട് കയറ്റി ഇടാനുള്ളതായിരിക്കും. ആ വണ്ടി എന്തായാലും ഇങ്ങോട്ട് കയറ്റി ഇടണം. ഇടുമ്പോ മാറ്റാ മതിയോ? യെസ്.